അമേരിക്കയുടെ മൂക്കിനു താഴെ US സാമ്രാജ്യത്തെ നിരന്തരം വെല്ലുവിളിച്ച വെനസ്വേല, ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യം. ഇറാനുമായും റഷ്യയുമായും ചൈനയുമായും സമ്പർക്കം പുലർത്തുന്ന നിക്കോളാസ് മദുറോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയെ കൈപ്പിടിയിലെടുക്കാൻ നോക്കുകയാണ്. വൻ സൈനിക വിന്യാസമാണ് വെനസ്വേലയ്ക്ക് ചുറ്റും അമേരിക്ക ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കരീബിയൻ കടലിലൂടെ വെനസ്വേല തീരത്തേക്ക് B-1 ബോംബറുകൾ മുതൽ വൻ പടക്കപ്പലുകൾ വരെ നിരന്നിരിക്കുന്നു. US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് വെനസ്വേലയുടെ എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കുകയാണ്. വെനസ്വേലയിൽ നിന്ന് കടൽ മാർഗം അമേരിക്കയിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന കള്ളക്കടത്ത് ശൃംഖലയെ തകർക്കാനാണ് സൈനിക നീക്കം എന്ന് US പറയുന്നു. പക്ഷേ സത്യം അതാണോ? പിറകോട്ടൊന്ന് നോക്കിയാൽ സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങളുടെ കഥ പറയുന്ന നാടാണ് വെനസ്വേല. 70കൾ മുതൽ രാജ്യം ഭരിച്ച കാർലോ ആന്ദ്രേ പെരസിനെതിരെ വിപ്ലവം നയിച്ചാണ് ഹ്യൂഗോ ഷാവേസ് എന്ന വിപ്ലവ നേതാവ് അവിടെ ഉയർന്നു വന്നത്. 93-ൽ പെരസ് താഴെ വീഴുന്നു. പിന്നെ ഷാവേസിൻ്റെ യുഗമായിരുന്നു. 1999-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഷാവേസ് രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് ദേശസാൽക്കരിച്ചു. അമേരിക്കൻ കമ്പനികളെ അവിടെ നിന്ന് ആട്ടിയോടിച്ചു. ഈ എണ്ണപ്പണം ഉപയോഗിച്ച് ഷാവേസ് ദാരിദ്ര്യം, നിരക്ഷരത, വരുമാനത്തിലെ അസമത്വങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടി. ഇതിനായി വലിയ ബൃഹത് പദ്ധതികൾക്കാണ് ഷാവേസ് രൂപം കൊടുത്തത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോടും ബൊളീവിയയിലെയും നിക്കാരാഗ്വയിലെയും ഇടതുപക്ഷ സർക്കാരുകളോടും അടുത്ത ബന്ധം സ്ഥാപിച്ച ഷാവേസ് അമേരിക്കയുടെ കടുത്ത വിമർശകനായി തിളങ്ങി. ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയോടും ഇറാനിലെ അഹ്മദി നജാദിനോടും കൈകോർത്ത് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പ്രതീകമായി മാറി. അന്നു മുതൽ തന്നെ ഉപരോധത്തിലൂടെ വെനസ്വേലയെ ഞെക്കിക്കൊല്ലാൻ US ശ്രമിച്ചു. ഷാവേസിൻ്റെ മരണശേഷം നിക്കോളാസ് മദുറോയാണ് പ്രസിഡന്റായത്. ഷാവേസിനെ തന്നെ അട്ടിമറിക്കാൻ US ശ്രമിച്ചിരുന്നു. അതിനേക്കാൾ ദുർബലമായ മദുറോ വന്നപ്പോൾ USൻ്റെ ചാര ശൃംഖലകൾ വെനസ്വേലയിൽ കടം നിറഞ്ഞു.